ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബ്രഹ്മദേവ്. നമ്മളിന്ന് പാർട്ട് 4 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 4 വീഡിയോയിൽ നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ MPPT. എല്ലാവർക്കും അറിയാം MPPT എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സോളാറിനെ പറ്റി അറിയുന്നവർക്കറിയാം. കാരണം മൾട്ടി പവർ പോയിൻറ്റ് ട്രാക്കിംഗ് ആണ് MPPT എന്ന് പറയുന്നത്. ഈ MPPTയിൽ ശരിക്കൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. സോളാറിൽ നിന്നും വരുന്ന DC കറണ്ടിനെ നമ്മുടെ ബാറ്ററിക്ക് അനുയോജ്യമായ വോൾട്ടിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് ആ കൃത്യമായ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് മാക്സിമം ആംബിയർ അതിലേക്ക് എഫിഷ്യൻസിയോട് കൂടി ചാർജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെഷീനാണ് MPPT. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഇതിന് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ MPPTനെ പറ്റി ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം എന്ന രീതിയിൽ ട്രൈ ചെയ്തിട്ടാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആശാപവറിൻ്റെ NEO80LV എന്ന് പറഞ്ഞ മോഡൽ. MPPTക്ക് തന്നെ ഇവരുടെ ബ്രാൻഡ് നമ്മുടെ കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യുന്ന ആശാപവറിന് കുറേ മോഡൽസ് ഉണ്ട്. സൂര്യ 60, അങ്ങനെ സൂര്യ 40, അങ്ങനെ കുറേ മോഡലുകളുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു അബോവ് ആവറേജ് ആയിട്ടുള്ള മോഡലുകളാണ്. ഇത് നമുക്കൊരു 4000 വാട്ട്സ് പാനൽ വരെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു MPPT ആണ്. അതുപോലെ തന്നെ നമ്മൾ MPPTനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കോർ വരുന്നത് ഇതിൻ്റെ വോൾട്ടാണ്. നമ്മൾ എത്ര വോൾട്ടിൻ്റെ ബാറ്ററി ഇതിൽ കണക്ട് ചെയ്യുന്നോ ആ വോൾട്ട് അനുസരിച്ചായിരിക്കും ഇതിൽ നമ്മൾ പാനൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന വാട്ട്സും നമുക്ക് എത്ര ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ കിട്ടും എല്ലാം അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ നമ്മളൊരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മളിതിൽ സിംഗിൾ ബാറ്ററിയാണ് കണക്ട് ചെയ്തെങ്കിൽ നമുക്ക് ഏകദേശം ഈ NEO80LVയിൽ നമുക്ക് 1200 വാട്ട്സിൻ്റെ പാനലാണ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി 24 വോൾട്ടിൻ്റെ ബാറ്ററി ആണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് 2000 വാട്ട്സിൻ്റെ പാനലാണ് നമുക്കിതിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 36 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3000 വാട്ട്സിൻ്റെ പാനൽ വരെ കണക്ട് ചെയ്യാൻ സാധിക്കും. 48 വോൾട്ടിൻ്റെ ബാറ്ററി ആണെങ്കിൽ നമുക്ക് 4000 വോൾട്ട് വരെ നമുക്ക് പാനലിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്പെക്ക് വരുന്നത്. സ്പെക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു നമ്മൾ സോളാർ ഇപ്പം നമ്മളൊരു 4000 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4 കിലോവാട്ടായി. 4 കിലോവാട്ട് സോളാറിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ശരിക്കും കണക്ക് വരുന്നത്. പക്ഷെ നമ്മൾ ബാറ്ററി പറയുമ്പോൾ 48, അപ്പോൾ 12 വോൾട്ടിൻ്റെ 4 ബാറ്ററി വേണം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഇതിൽ വെക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ 4000 വാട്ട്സ് 48 വോൾട്ടിൽ വരുള്ളൂ. അപ്പോൾ നമുക്ക് കോസ്റ്റ് വൈസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യേണ്ടത് 24 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് അങ്ങനെയാണ് മിനിമം കണക്ട് ചെയ്യാൻ. നമ്മൾ നോർമലി കൂടുതൽ ബാറ്ററി കണക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ സോളാർ പാനൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓഫ് ഗ്രിഡിൽ നമുക്ക് അത്രയും സ്പെക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നോർമലി ഇവരുടെ മാക്സിമം എഫിഷ്യൻസി നമുക്ക് എന്തെങ്കിലും സാഹചര്യം പെട്ടെന്ന് കറണ്ട് പോകുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് കൂടുതൽ പോകുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അങ്ങനത്തെയുള്ള പർപ്പസിന് മാത്രമാണ് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യം നമുക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്കിനി മെയിനായിട്ട് പറയേണ്ടത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്ന പാനലിൻ്റെ VOC എന്ന് പറയും. VOC എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടാണ് നമ്മൾ പറയുന്നത്. VOC എന്ന് പറയുന്നത് പാനലിൽ കിട്ടുന്ന മാക്സിമം വോൾട്ടിന് നമ്മൾ കൂട്ടിയിട്ടാണ് ശരിക്കും നമ്മൾക്ക് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 120 VOC വരെയുള്ള പാനലിൻ്റെ വോൾട്ട് നമുക്കിതിൽ കണക്ട് ചെയ്യാം. എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 49 അല്ലെങ്കിൽ ഒരു 50 വോൾട്ടിൻ്റെ പാനലാണെങ്കിൽ 100 വോൾട്ടിൻ്റെ പാനൽ സീരീസ് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസിയും കാര്യങ്ങളും കിട്ടും. ഷെയ്ഡ് വരാത്ത സ്ഥലങ്ങളാണെങ്കിൽ കേട്ടോ. അങ്ങനെയാണ് നമുക്ക് 12 വോൾട്ടിൻ്റെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 24 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ 165 വോൾട്ട് VOC വരെ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി 36 ആണെങ്കിൽ 165 വോൾട്ട് വരെ കണക്ട് ചെയ്യാം. 48 വോൾട്ട് ആണെങ്കിൽ 165 വോൾട്ട് വരെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൻ്റെ മിനിമം സ്പെക്ക് ലെവൽ പറഞ്ഞ കാര്യങ്ങൾ. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഏത് പാനലാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്, എത്ര വാട്ട്സിൻ്റെ പാനൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഏത് MPPT വാങ്ങിക്കാം, ഏത് ബാറ്ററി വാങ്ങിക്കാം, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയും സോളാർ പാനലും MPPTയും വാങ്ങിക്കാനുള്ള നമുക്ക് മിനിമം ഒരു ഇൻഫോർമേഷൻസായി. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കൂടുതൽ മോഡൽസിന് പോകാണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ മോഡലുകൾക്ക് പോകാണ്ട്
കുറഞ്ഞ മോഡൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു ഓഫ് ഗ്രിഡൊക്കെ നമുക്ക് മാക്സിമം അത്രയും തീരെ പറ്റുന്നില്ല, കറണ്ട് എപ്പോഴും പോകുന്ന സ്ഥലമാണ്, ഡെയിലി ഒരു 4-5 മണിക്കൂർ കറണ്ടൊക്കെ പോകുന്ന സ്ഥലമാണെങ്കിൽ മാത്രം നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ ഒരു മണിക്കൂർ 2 മണിക്കൂർ പോകുന്നതിൽ നമുക്ക് ഓഫ് ഗ്രിഡ് ചെയ്യാനായിട്ട് നഷ്ടമാണ്. കാരണം നമ്മളിതിൻ്റെ ബാറ്ററിയും നമ്മളിതിൻ്റെ മെയിൻ്റനൻസും ഇതിൻ്റെ വേസ്റ്റേജും കാര്യങ്ങളൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് ഓൺ ഗ്രിഡാണ് കുറച്ചുകൂടി നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാം ഇതിൽ മീറ്ററിൽ ഏകദേശം 2 യൂണിറ്റ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടി. ചാനൽ ആംബിയർ ഇപ്പോൾ കാണിക്കുന്നത് 9 ആംബിയറാണ് കാണിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ എല്ലാവരുടെ അടുത്തും പറഞ്ഞ മുമ്പ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഷെയ്ഡ് എൻ്റെ സ്ഥലത്ത് ഷെയ്ഡ് കൂടുതൽ വീഴുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലമൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കുറയാനൊക്കെ ചാൻസസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലോഡ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ബാറ്ററി ഫുള്ളായിട്ടില്ല, ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ലോഡ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് ഈ സോളാറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ വേസ്റ്റാണ്. നമുക്കൊന്നും ചെയ്യാനായിട്ടും ഒന്നും യൂസ് ചെയ്യാനും സാധിക്കില്ല. നമ്മളിപ്പോൾ ഒരു ആഴ്ച വീട് പൂട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ വേസ്റ്റായി പോകും, നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ ഓൺ ഗ്രിഡ് ആണെങ്കിൽ നമുക്ക് സോളാറിൽ നിന്നും വരുന്ന പ്രൊഡക്ഷൻ മാക്സിമം എഫിഷ്യൻസിയോട് കൂടിയിട്ട് നമുക്കത് ഗ്രിഡിലേക്ക് കടത്തിവിടാം. ഇനി നമുക്കൊരു 5 ദിവസം യൂസ് ചെയ്തില്ല എന്ന് വെച്ചാൽ നമ്മൾ ബാക്കി വരുന്ന ആ 5 ദിവസത്തെ ഔട്ട്പുട്ടായിട്ടുള്ള യൂണിറ്റുകൾ നമുക്ക് KCBിലേക്ക് കയറി പോകും, തിരിച്ച് നമുക്കത് വന്നിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡെഡായി പോവുകയും ചില സ്ഥലങ്ങളിൽ KCB ഫീസിബിലിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ സോളാറിൽ നിന്ന് ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ട്രാൻസ്ഫോമറും പവറും കാര്യങ്ങളും കുറവായിരിക്കും. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്ക് കൂടുതൽ ഓഫ് ഗ്രിഡ് തന്നെ വയ്ക്കാൻ കാര്യമുള്ളൂ. കാരണം ഭാവിയിൽ ഇനി ട്രാൻസ്ഫോമറും കാര്യങ്ങളും അപ്ഗ്രേഡിങ് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ ഓൺ ഗ്രിഡിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ഓഫ് ഗ്രിഡ് വയ്ക്കാനായിട്ട് മെയിനായിട്ട് നോക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഓഫ് ഗ്രിഡ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരെ കറണ്ട് ഇല്ല, അല്ലെങ്കിൽ കറണ്ടേ ഇല്ല, KCB ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് ഓഫ് ഗ്രിഡ് യൂസ് ചെയ്യാം. കാരണം വെച്ചാൽ വേറെ ഓൺ ഗ്രിഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഓഫ് ഗ്രിഡ് യൂസ് ചെയ്യുന്നതിൻ്റെ പകൽ ടൈമിൽ ഡയറക്റ്റ് സോളാർ പാനലിൽ നിന്നും, രാത്രി ടൈമിൽ നിന്ന് നമുക്ക് വീടുകളിലൊക്കെ ഒരു ഫ്രിഡ്ജ്, ലൈറ്റ്, 3-4 ഫാനൊക്കെ അനുസരിച്ച് ലോഡ് ചെയ്ത് വർക്ക് ചെയ്യാൻ, അങ്ങനത്തെ ഇതിനെ നോക്കുമ്പോൾ നമുക്ക് ഓഫ് ഗ്രിഡ് യൂസ് ചെയ്യാവുന്നത്. പറയാൻ പോകുന്നത് നമ്മളൊരു 3 കിലോവാട്ട് അല്ലെങ്കിൽ ഒരു 2 കിലോവാട്ടാണ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ 3 കിലോവാട്ടാണ് സോളാർ പാനൽ കണക്ട് ചെയ്യുമെങ്കിൽ നമ്മൾ ഒരിക്കലും പവർ കൂടിയ MPPT വാങ്ങിക്കാതെ ഏറ്റവും സ്പെക്ക് കുറഞ്ഞ MPPT, ഒരു 24 വോൾട്ട് അല്ലെങ്കിൽ ഒരു 36 വോൾട്ടിൻ്റെയാണ് വാങ്ങിയെങ്കിൽ ഒരു 2 MPPT, ഏറ്റവും കുറഞ്ഞ MPPTയിൽ 2 എണ്ണം വാങ്ങിച്ചിട്ട് അത് രണ്ടും പാരലൽ ചെയ്ത് കണക്ഷൻസ് രണ്ടും പാരലൽ ചെയ്ത് കൊടുത്തിട്ട് ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫിഷ്യൻസി കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലോഡ് കൂടുന്ന നമ്മൾ കണക്ട് ചെയ്യുന്ന പാനലിൻ്റെ ലോഡ് അനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ കോമ്പൗണ്ട്സും കാര്യങ്ങളും കൂടുതൽ ഹീറ്റായി അതിൻ്റെ എഫിഷ്യൻസി മാക്സിമം കുറയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ കുറഞ്ഞ മോഡൽസ്, ഇതിൻ്റെ സൂര്യ 40, സൂര്യ 16 അതുപോലത്തെ 2 എണ്ണം വാങ്ങിച്ചിട്ട് പാരലൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടും, വേസ്റ്റേജ് കുറഞ്ഞ് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത് 12 വോൾട്ട്, 24, 36, 48 വോൾട്ടുകളാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഇതിൽ ഈ 4 സിസ്റ്റത്തിലും വർക്ക് ചെയ്യാനനുസരിച്ചാണ് അതിൻ്റെ ഉള്ളിൽ കോമ്പൗണ്ട്സും കാര്യങ്ങളും ഇത് വയറിങ്ങും അതിൻ്റെ കോയിൽസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ ഒരു നിശ്ചിത അളവ്, നമ്മളിപ്പോൾ ഒരു 24 വോൾട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ 24 വോൾട്ടിൻ്റെ MPPT ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ മൊത്തത്തിലെ കോയിലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇത് മൾട്ടിപർപ്പസ് ആയ കാരണം അതിന് എഫിഷ്യൻസിയും കാര്യങ്ങളും കുറച്ചുകൂടി ലോസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ആ ഒരു വോൾട്ട് നമ്മൾ തീരുമാനിച്ചു. ഉദാഹരണം പറയുകയാണെങ്കിൽ 24 വോൾട്ടിൻ്റെ സിസ്റ്റമാണ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ 24 വോൾട്ടിൻ്റെ സിസ്റ്റം ചെയ്താൽ മതി. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭാവിയിൽ എക്സ്പാൻഡ് ചെയ്യാം. ഒരു 4000 വാട്ട്സിൻ്റെ പാനൽ വരെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറെ MPPT വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഈ MPPT വാങ്ങിക്കുക. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നല്ലത് ഒരു ചെറിയ സിസ്റ്റം, ഒരു 24 അല്ലെങ്കിൽ 36 വോൾട്ട് വരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിൽ നിന്ന് പാരലൽ ചെയ്തിട്ട് 2 MPPT വാങ്ങിച്ചിട്ട് കണക്ട് ചെയ്യാൻ മാക്സിമം എഫിഷ്യൻസി കിട്ടും.
അതാണ് ഇതിൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ള മാക്സിമം ഒരു ട്രിക്കായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സോളാറിൻ്റെ ഒരു MPPT വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു ടിപ്പാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യൻസിയും കാര്യങ്ങളും കിട്ടും. ഇനി വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ പാനൽ നമ്മൾ സീരീസ് ചെയ്യണോ പാരലൽ ചെയ്യണോ എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഷെയ്ഡ് വീഴുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ പാരലൽ ചെയ്ത് കണക്ട് ചെയ്യണം നല്ലത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ MPPT VOCയും കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ആ ഒരു VOC ബൂസ്റ്റ് ചെയ്യണോ എന്ന് നോക്കിയിട്ടും കൂടി നമ്മൾ പാരലൽ ചെയ്ത് കൊടുക്കുക. അപ്പം കുറച്ചുകൂടി എഫിഷ്യൻസി കൂടുതൽ കിട്ടാൻ, ഷെയ്ഡ് വീഴുന്ന സ്ഥലത്ത് കുറച്ചുകൂടി എഫിഷ്യൻസി കിട്ടാൻ പാരലൽ ചെയ്യാണ് കുറച്ചുകൂടി നല്ലത്. അല്ലാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് സീരിയസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കൂടുതൽ കിട്ടും. കാര്യം ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത് ഇതാണ് സോളാറിൽ നിന്നും വരുന്ന വയർ. ഇത് നമ്മൾ 6 mm വയറാണ് നമ്മൾ ഇട്ടിട്ടിരിക്കുന്നത്. നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന പാനൽ 1080 വാട്ട്സിൻ്റെ പാനലാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അത് സീരിയസ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ചും കൂടി നമ്മൾ വയറും കാര്യങ്ങളും ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിലാണ് കുറച്ചുകൂടി എഫിഷ്യൻസിയും കാര്യങ്ങളും ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വയർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടിൻഡഡ് അല്ലെങ്കിൽ ടിൻഡ് കോട്ടഡ് വയർ വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കും. കാരണം വെറും കോപ്പർ വയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ കൊറീഷൻ കാര്യങ്ങളും വരാനും നമ്മുടെ എഫിഷ്യൻസിയും കാര്യങ്ങളും കുറയാനാണ്. അപ്പം നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുകയാണെങ്കിലും കടയിൽ വാങ്ങിക്കുകയാണെങ്കിലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടിൻഡ് കോട്ടഡ് ഒരു സിൽവർ കളർ പോലെ കാണുന്ന DC സോളാർ കേബിൾ മാത്രമേ നമ്മൾ വാങ്ങിക്കാനും യൂസ് ചെയ്യാനും പാടുള്ളൂ. കാരണം കുറച്ച് കടകളിൽ നമ്മൾ അതിൻ്റെ സാധാരണ കോപ്പർ വയറുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ആൾക്കാർ അഭിപ്രായം കാര്യങ്ങളും പറഞ്ഞു എനിക്ക് സാധാരണ കോപ്പർ വയറാണ് കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന നമ്മുടെ എഫിഷ്യൻസിയും കാര്യങ്ങളും കുറയ്ക്കുക. അത് ശരിക്കും ഒരിക്കലും DC സോളാർ വയർ അല്ല ശരിക്കും അത് വരുന്നത്. അത് സാധാ ടൈപ്പ് DC വയർ തന്നെയാണ്. അപ്പോൾ സോളാർ വയർ എപ്പോഴും ടിൻഡ് കോട്ടഡ് ഉണ്ടാവും. അത് നോക്കി തന്നെ എല്ലാവരും തീർച്ചയായും വാങ്ങിക്കാം. അതുപോലെ തന്നെ 6 mm ഉള്ള വയറാണ് ഞാൻ ഇട്ടത്. ശരിക്കും ഇത് പോരാ, മിനിമം ഒരു 10 mm അല്ലെങ്കിൽ അതിന് മേലേക്കുള്ള വയർ ഇടാണ് മാക്സിമം, പ്രത്യേകിച്ച് പാരലായി കണക്ട് ചെയ്യുന്നവർക്ക് കൂടുതൽ നല്ലത്. അപ്പോൾ കൂടുതൽ നമുക്ക് എഫിഷ്യൻസിയും കാര്യങ്ങളും ഹീറ്റ് ലോസും കാര്യങ്ങളും കുറയാനും മാക്സിമം എഫിഷ്യൻസി കിട്ടാനും മാക്സിമം പോസിബിലിറ്റീസ് ഉണ്ട്. സെപ്പറേറ്റ് MPPT ഓൺ ഓഫ് ആക്കാനുള്ള സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രിഡ് ബൈപ്പാസ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിൽ കറണ്ട് ഡയറക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സോളാറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോഡ് കൂടുതലാണ്. ലോഡ് കൂടുതലായിരിക്കുന്ന സമയത്ത് നമുക്ക് വോൾട്ടിലേക്ക് പെട്ടെന്ന് ഗ്രിഡ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഗ്രിഡിലേക്ക് ഇത് മാറും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ ഒരു ലോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പീക്ക് ലോഡ് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ മോട്ടർ അടിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിലുള്ള ലോഡ് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് മാറും. അപ്പോൾ അത് സോളാറിൽ ഉണ്ടെങ്കിൽ ബ്ലൂ ലൈറ്റ് കത്തുമ്പോൾ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഗ്രിഡിൻ്റെ കണക്ഷൻ ഇൻ ഔട്ട്, അതുപോലെ ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ്, അതുപോലെ തന്നെ സോളാർ പാനലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്ലൂ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഓൾമോസ്റ്റ് വോൾട്ട് നമുക്ക് കഴിയാറായി. അപ്പോൾ നമുക്ക് അറിയാനുള്ള സെറ്റ് ചെയ്തതനുസരിച്ച് അത് ഞാൻ കോൺഫിഗറേഷൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനനുസരിച്ച് എത്ര വോൾട്ടിലേക്കാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലൂ ലൈറ്റ് കത്തുന്നതനുസരിച്ച് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു LED എവിടെയെങ്കിലും വെക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ MPPTയിൽ വരുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മേലൊരു ഫാനുണ്ട്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു MPPTന് നമ്മൾ വെച്ച് പറയുമ്പോൾ ഇത്രയാണ് MPPTയുടെ ഉള്ളിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ കാണാനായിട്ടുള്ള സോളാർ ചാർജിങ് ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സോളാർ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ സോളാർ പ്രസൻസ് ആണ്. പിന്നെ ബ്ലൂ ലൈറ്റ് പറയുന്നത് ലോഡ് ഓൺ സോളാറാണ്. പിന്നെ പണ്ടൊക്കെ വന്നിരുന്നത് ഇതിൻ്റെ നമ്മളൊരു പ്രത്യേക ഒരു കോംബോ വെച്ചിട്ട് നമ്മളതിനെ പ്രോബ് എന്ന് പറയും. പ്രോബ് യൂസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല വോൾട്ട് ഗ്രിഡ്. അപ്പോൾ അതിനെ പറ്റിയുള്ള നമ്മൾ ഇപ്പം നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അതാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്രയാണ് പിന്നെ ഇതിൽ വരുന്നത്. പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഒരു മീറ്ററാണ്, എനർജി മീറ്റർ. നമുക്ക് എത്ര ഇതിൻ്റെ എനർജി നമുക്ക് കിട്ടിയെന്ന് അറിയാനുള്ള ഒരു എഫിഷ്യൻസി ചെക്ക് ചെയ്യാനുള്ള ഒരു മീറ്ററാണ്. അപ്പോൾ അതുപോലെ തന്നെ എത്ര ലോഡ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത്രയും വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു MPPTനെ പറ്റി ചെറിയൊരു രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. കൂടുതൽ ടെക്നിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ MPPT Offgrid സിസ്റ്റം വാങ്ങിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ വാങ്ങിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Offgrid സിസ്റ്റം എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് ആണ്. ഈ ഓൺഗ്രിഡ് സിസ്റ്റത്തിനേക്കാൾ കൂടുതൽ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്ന എക്സ്പെൻസീവ് ആണ്. മെയിൻ്റനൻസ് ഉണ്ട് ഭാവിയിൽ. അപ്പോൾ കൂടുതൽ കുറച്ചും കൂടി നമ്മൾ
കറണ്ട് സ്ഥിരമായി പോകുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ കറണ്ട് തീരെ ഇല്ല അങ്ങനത്തെ സ്ഥലം ഉള്ളവർ മാത്രം ഓഫ് ഗ്രിഡിലേക്ക് പോകാൻ പറ്റും. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരന് വീട്ടിൽ ഓഫ് ഗ്രിഡ് ചെയ്യാം. പക്ഷെ ഓൺ ഗ്രിഡ് നമുക്കൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഇൻസ്പെക്ഷനും കാര്യങ്ങളും അതിൻ്റേതായ പ്രൊസീജിയർ വൈസ് പോയാലാണ് നമുക്കത് ഓൺ ഗ്രിഡ് നമുക്ക് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓഫ് ഗ്രിഡ് നമുക്ക് ഇന്ന് കൊടുന്നു കഴിഞ്ഞാൽ ഒരു ടെക്നീഷ്യനും കാര്യം സ്ട്രക്ചറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരാഴ്ചയിൽ 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഓഫ് ഗ്രിഡ്. അപ്പോൾ അതും രണ്ടുമാണ് ഇപ്പോൾ മേജറായിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക, വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഐഡിയാസും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റി കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞ് തിരുത്തി തരുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അതിനെപ്പറ്റി നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഒന്നുകൂടി നന്നായി ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.